എല്ലാവർക്കും യു കെ എഡ്യൂസോണിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബ്രേക്ക് ഇവൻ പോയിൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ബ്രേക്ക് ഇവൻ പോയിൻറ്റ് അതോടൊപ്പം തന്നെ അതിലെ ഒരു പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ ഒന്ന് കൃത്യമായിട്ട് വായിച്ച് നോക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണിത്. ദ ഫോളോയിങ് ഫിഗേഴ്സ് ആർ സപ്ലൈഡ് ടു യു. ഫിക്സഡ് കോസ്റ്റ് 1 lakh ഉണ്ട്. കപ്പാസിറ്റി സെയിൽസ് എന്ന് തന്നിട്ടുണ്ട് 4 ലക്ഷമാണ്. അതിൻ്റെ ഫുൾ കപ്പാസിറ്റി എന്നുള്ളത് 4 ലക്ഷമാണ് കപ്പാസിറ്റി സെയിൽസ് എന്നുള്ളത്. ദെൻ വാരിയബിൾ കോസ്റ്റ് 35 പൈസയാണ്. ഒരു യൂണിറ്റിന് 35 പൈസയാണ് വാരിയബിൾ കോസ്റ്റ് എന്നുള്ളത്. അതുപോലെ തന്നെ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് സെല്ലിംഗ് പ്രൈസ് ഉള്ളത് ₹1 ആണ് പെർ യൂണിറ്റ് സെല്ലിംഗ് പ്രൈസ്. ദെൻ വാട്ട് ഈസ് ദ പ്രോഫിറ്റ് ഓർ ലോസ് അറ്റ് 60% കപ്പാസിറ്റി. അപ്പോൾ ഇത് ഈ 4 lakh എന്നുള്ള എത്രയാണ്? അത് 100% കപ്പാസിറ്റി ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ 60% കപ്പാസിറ്റിയിൽ സെല്ലിംഗ് പ്രൈസ് എന്നുള്ളത് 1.50 ആകുമ്പോൾ പ്രോഫിറ്റാണോ ലാഭമാണോ ആണെങ്കിൽ എത്ര? ഇതാണ് ഇതിനകത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്നുള്ളത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണത്. അപ്പോൾ ആദ്യം നിങ്ങൾ നോക്കുക, ഇതിൻ്റെ കപ്പാസിറ്റി സെയിൽസ് എന്നുള്ളത് 1 lakh ആണ്. ഇതിൻ്റെ കപ്പാസിറ്റി സെയിൽസിൻ്റെ റുപ്പീസ് ഉള്ളത് 1 lakh ആണ്. അപ്പോൾ അതിനെ നമ്മൾക്കതിൻ്റെ യൂണിറ്റായിട്ട് അതിനെ കൺവേർട്ട് ചെയ്യുമ്പം ഇതാണ് ₹1 ഇവിടുത്തെ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? ₹1. അതായത് 4 lakh ഡിവൈഡഡ് ബൈ 1. അതായത് ഇവിടെയുള്ളത് കിട്ടുന്ന യൂണിറ്റ് എന്നുള്ളത് 4 lakh യൂണിറ്റാണ് എന്ന് കിട്ടുന്നത്. കപ്പാസിറ്റി സെയിൽസിൻ്റെ യൂണിറ്റ് എന്ന് കിട്ടുന്നത് 4 lakh യൂണിറ്റാണ്. ഇവിടെ എന്താണ് സെല്ലിംഗ് പ്രൈസ് ₹1 വന്നുകൊണ്ടാണ് എന്ത് വന്നിട്ടുള്ളത്? കപ്പാസിറ്റി സെയിൽസ് അതന്നെ അല്ലെങ്കിൽ ആ 4 lakh യൂണിറ്റ് തന്നെ വന്നിട്ടുള്ളത്. ദെൻ അറ്റ് 60% കപ്പാസിറ്റി ഞാൻ നേരത്തെ പറഞ്ഞു 100% കപ്പാസിറ്റിയിലാണ് അത്ര 4 lakh യൂണിറ്റ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 60% കപ്പാസിറ്റിയിൽ എത്രയായിരിക്കും? 4 lakh ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 60, അതായത് 2,40,000 ആണ് 60% കപ്പാസിറ്റിയിൽ ഉള്ള സെയിൽസിൻ്റെ യൂണിറ്റ് എന്നുള്ളത്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യനകത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതാണ് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എത്രയാണ്? 1.50 ആണ് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ 2,40,000നെ 1.50 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമ്മൾക്ക് എന്ത് കിട്ടും? സെയിൽസിൻ്റെ വാല്യൂ എന്നുള്ളത് കിട്ടും. ഓക്കെ, സെയിൽസിൻ്റെ വാല്യൂ എത്രയാണ്? 3,60,000 ആണ് സെയിൽസിൻ്റെ വാല്യൂ എന്നുള്ളത്. ദെൻ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട് വാരിയബിൾ കോസ്റ്റ് എന്നുള്ള എത്രയാണ്? 35 പൈസ എന്ന് പറഞ്ഞിട്ട് വാരിയബിൾ കോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ആ വാരിയബിൾ കോസ്റ്റാണ് നമ്മളിവിടെ ആ വാരിയബിൾ കോസ്റ്റ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതായത് 2,40,000 ഇൻറ്റു 0.35, അതായത് 84,000 എന്നുള്ളത് വരും. ഓക്കെ, ദെൻ സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റാണ് കോൺട്രിബ്യൂഷൻ എന്നുള്ളത്. കോൺട്രിബ്യൂഷൻ ഇക്വേഷൻ എന്താണ്? കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റാണ്. അപ്പോൾ അതാണ് നമ്മളിവിടെ 2,76,000 എന്ന് കിട്ടിയിട്ടുള്ളത്. ദാറ്റ് ഈസ് 3,60,000 മൈനസ് 84,000 എന്നുള്ളത്. ദെൻ അതിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കൂടി കുറക്കുന്നു. അതായത് കോൺട്രിബ്യൂഷൻ്റെ എന്താണ് മറ്റൊരു ഇക്വേഷനാണ് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ ഫിക്സഡ് കോസ്റ്റ് അതിൽ എത്രയാണ്? ഫിക്സഡ് കോസ്റ്റ് നമ്മളെ ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. 1 lakh ആണ് ഫിക്സഡ് കോസ്റ്റ് എന്നുള്ളത്. അപ്പോൾ ആ 1 lakh എന്നുള്ളത് നമുക്ക് ഡിഡക്റ്റ് ചെയ്താൽ കിട്ടുന്ന എമൗണ്ടാണ് എന്ത്? പ്രോഫിറ്റിൻ്റെ വാല്യൂ എന്നുള്ളത്. അതായത് 60% കപ്പാസിറ്റിയിൽ സെല്ലിംഗ് പ്രൈസ് 1.50 ആകുമ്പോൾ ഉള്ള ലാഭമാണ് 1,76,000 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റിനെ ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റായി ചോദിക്കാം. താങ്ക് യു.